നമസ്കാരം, ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ സമുച്ചയത്തിന് വെള്ളിയാഴ്ച തറക്കല്ലിടും. നാട്ടിക SN ട്രസ്റ്റ് NSS യൂണിറ്റ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഡൈനിങ് ടേബിളുകൾ നൽകി. പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി. വാർത്തകൾ വിശദമായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ സമുച്ചയത്തിന് വെള്ളിയാഴ്ച തറക്കല്ലിടുമെന്ന് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CC മുകുന്ദൻ MLA ആസ്തി വികസന ഫണ്ട് 5 കോടി രൂപ ചെലവഴിച്ചാണ് 5 നിലയിലുള്ള വ്യവസായ സമുച്ചയം നിർമ്മിക്കുന്നത്. IT മേഖലയിൽ ഉൾപ്പെടെ 500ഓളം പേർക്ക് തൊഴിൽ ലഭിക്കുന്ന തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിലാണ് സമുച്ചയം ഉയരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലെ 5 പഞ്ചായത്തിലെ വ്യവസായ പ്രമുഖരുടെ കമ്പനികൾക്ക് അവരുടെ തൊഴിൽ സംരംഭം ഒരുക്കുക എന്നതും ഇതിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു. നിരവധിയായ തൊഴിലന്വേഷകർക്ക് ആശ്വാസ കേന്ദ്രമായി ഇത് മാറും. വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് CC മുകുന്ദൻ MLA തറക്കല്ലിടൽ നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KB സുരേഷ്, മല്ലിക ദേവൻ, CR ഷൈൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃത്തല്ലൂർ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിശപ്പുരഹിത ഗ്രാമം പദ്ധതിയിലേക്ക് കമല നെഹ്റു മെമ്മോറിയൽ VHS സ്കൂളിലെ NSS യൂണിറ്റ് 2ാം ഘട്ട പൊതിച്ചോറ് വിതരണം നടത്തി. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് KV റോഷിനി വിതരണോദ്ഘാടനം നിർവഹിച്ചു. സുഷിൽ CM, ഹരിലാൽ PB, പ്രസന്നൻ ആചാര്യ, NSS വോളണ്ടിയർമാരായ വൈഷ്ണവ് MS, ഗാഥ VA, വൈഷ്ണവ് TJ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ NK സുരേഷ് കുമാർ, NSS പ്രോഗ്രാം ഓഫീസർ ആതിര PM, ഷീന പോൾ, ബബിത അബൂബക്കർ, നായർ അനിത, EV വിമജ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് വടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RC UP സ്കൂളിൽ അമ്മമാർക്കായി വിവിധതരം പഴങ്ങൾ ഉൾപ്പെടുത്തിയുണ്ടാക്കുന്ന പലഹാരങ്ങളുടെ മേള സംഘടിപ്പിച്ചു. നേന്ത്രപ്പഴം, മുന്തിരി, പേരയ്ക്ക, തണ്ണിമത്തൻ, മാങ്ങ, കൈതച്ചക്ക എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പഴങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പലഹാരങ്ങളായിരുന്നു മേളയിൽ ഉണ്ടായിരുന്നത്. ചെലവ് കുറഞ്ഞതും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണ് മേളയെ ആകർഷകമാക്കിയത്. PTA പ്രസിഡന്റ് CS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചിറമൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഹെഡ് മാസ്റ്റർ ഷാജി ജോർജ്, ഫസ്റ്റ് അസിസ്റ്റന്റ് ജോളി ടീച്ചർ, കൺവീനർ ആൻസി ടീച്ചർ എന്നിവർ സംസാരിച്ചു. എന്തായാലും ഇതിൽ പങ്കെടുക്കാമെന്നാണ് എല്ലാ രക്ഷിതാക്കളും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇതിന് മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്തൊരു സംഭവമാണ്. അത് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വീട്ടിലുണ്ടാക്കുന്ന ഏത് ഭക്ഷണമായാലും അതിനൊക്കെ നമുക്കൊരിക്കലും അതിനോട് എത്ര ഭംഗിയുള്ളതായാലും എത്ര ഇതുള്ളതായാലും ആ ഭക്ഷണത്തേക്കാളൊക്കെ. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിലെ 116 നമ്പർ അങ്കണവാടി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് നിർവഹിച്ചു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ CM നിസാർ, സരിത ഗണേഷ്, സുലേഖ ജമാൽ, AS സബിത്ത്, ഷൈജ ഉദയകുമാർ, MS സുജിത്ത്, ICDS സൂപ്പർവൈസർ ദീപ്തി, അങ്കണവാടി വർക്കർ കല എന്നിവർ സംസാരിച്ചു. അങ്ങനെ എല്ലാവരും പിടിച്ച് ഫണ്ടും മേടിക്കാൻ, MLA പിടിക്കാൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പിടിക്കാൻ ഒക്കെ ആ പിടിച്ച് ഫണ്ട് മേടിക്കാനുള്ള പോലും ഒരു കഴിവ് ഈ പഞ്ചായത്ത് ഭരണസമിതി കാട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് 5 കൊല്ലം മുമ്പുള്ള പഞ്ചായത്തും ഇപ്പോഴത്തെ പഞ്ചായത്തും തമ്മിലുള്ള വ്യത്യാസം. അതിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ അംഗൻവാടികൾ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും അംഗൻവാടി കണ്ട ആരെങ്കിലും ഉണ്ടോ? അത് കണ്ടാലേ ഇതിൻ്റെ ഗുണം പറയാൻ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഉറങ്ങാൻ സ്ഥലമുണ്ടെന്നല്ല, ഉറങ്ങാൻ AC ഉണ്ട്.
അങ്ങനെ സൗകര്യങ്ങളുള്ള അംഗനവാടി കേരളത്തിൽ പുറത്ത് വളരെ കുറവാണ്. ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. എല്ലാ പട്ടണങ്ങളിലൊക്കെ അടക്കം നോക്കിയാൽ ഒരു പട്ടണത്തിലും ഇത്രയും സൗകര്യമുള്ള ഒരു അംഗൻവാടി ഇല്ല. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികൾക്ക് ഫർണിച്ചറുകളും പാത്രങ്ങളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. അംഗനവാടികളിലെ പുതുക്കിയ മെനു പ്രകാരം ഭക്ഷണം പാകം ചെയ്യാനുള്ള എല്ലാ പാത്രങ്ങളും കുട്ടികൾക്ക് ആവശ്യമായ ഫർണിച്ചറുകളും 36 അംഗനവാടികളിലേക്കും വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി കെ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ കെ പ്രഹർഷൻ, അജ്മൽ ഷെരീഫ്, BK മണിലാൽ, രശ്മി ഷിജോ, ICDS സൂപ്പർവൈസർ ജസീറ ഹമീദ്, അംഗനവാടി വർക്കേഴ്സ് എന്നിവർ പങ്കെടുത്തു. അംഗനവാടി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൽ വളരെയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഭരണസമിതിയുടെ ഓരോ തവണത്തെയും പദ്ധതി നമ്മൾ വെച്ചിരിക്കുന്നത്. യാതൊരു കുറവുകളും വരുത്താൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും എല്ലാ പദ്ധതി നിർവഹണത്തിലും നമ്മൾ അംഗനവാടികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക്, അതുപോലെ വർക്കേഴ്സ് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറാണ് പതിവ്. കഴിഞ്ഞ നമ്മളുടെ വനിതകളുടെ ഗ്രാമസഭയിലാണ് അംഗനവാടി വർക്കേഴ്സ് നമ്മളോട് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും അവരാവശ്യപ്പെട്ട പ്രകാരം തന്നെ നിങ്ങൾക്ക് ഇന്ന് അനുവദിക്കാനായിട്ട് കഴിഞ്ഞു. പശുത്തൊഴുത്തിൽ കിടന്നുറങ്ങുന്ന അമ്മമാർക്ക് വീട് ഒരുക്കുന്ന ശ്രീ ചെറായിക്കും BJP പരിവാറിനും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ബഗീഷ് പൂരാടൻ ഈ മാസത്തെ ഓണറേറിയം നൽകി. ഇതുൾപ്പെടെയുള്ള എല്ലാ ഓണറേറിയവും നിർധനർക്കും വിവിധ സേവന പ്രവർത്തനങ്ങൾക്കുമായാണ് ബഗീഷ് നൽകിയിട്ടുള്ളത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിലെ വാഴൂർ ശ്രീനിവാസൻ വൈദ്യർ റോഡ് നാടിന് സമർപ്പിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഴൂർ ശ്രീനിവാസൻ വൈദ്യർ റോഡ് പണി കഴിച്ചത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് VR ജിത്ത അധ്യക്ഷനായി. വാർഡ് മെമ്പർ KK പ്രഹർഷൻ, 4-ാം വാർഡ് മെമ്പർ EP അജയഘോഷ് എന്നിവർ സംസാരിച്ചു. 21-ാം വാർഡിൻ്റെയും 20-ാം വാർഡിൻ്റെയും ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ഈ BS റോഡിൻ്റെ ആദ്യ ഭാഗവും അപ്പുറത്തുള്ള 2-ാം ഭാഗം. അപ്പോൾ തീർച്ചയായിട്ടും ഈ റോഡ് നമ്മുടെ ആയുർവേദ ആശുപത്രിയും അതുപോലെ മറ്റ് കാര്യങ്ങളിലേക്കും ജനങ്ങൾക്ക് പോകുന്നതിന്, കഴമ്പുറം സ്കൂൾ ഉൾപ്പെടെ, വിദ്യാഭ്യാസ സ്കൂൾ ഉൾപ്പെടെ പോകുന്നതിന് ഒരു സഹായകരമാണ്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാട്ടിക SN ട്രസ്റ്റ് NSS യൂണിറ്റ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഡൈനിങ് ടേബിളുകൾ നൽകി. കുട്ടികളുടെ ദൈനംദിന ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുകയാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനു മുമ്പ് യൂണിറ്റ് നിരവധി വീടുകൾ പണിതു നൽകുകയും ജപ്തി നടപടികൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സമർപ്പണബോധവും മാനുഷിക മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ പ്രാദേശിക സമൂഹത്തിന്റെ പ്രശംസ നേടിയിരുന്നു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ പ്രഭ എന്ന പരിപാടിയുടെ ഭാഗമായാണ് അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ സന്ദർശിക്കുകയും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ടേബിളുകൾ സമ്മാനമായി നൽകിയത്. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കുട്ടികൾക്ക് 3 ലക്ഷം സംഭാവന ചെയ്തിരിക്കുകയാണ്. ടീച്ചറെ എനിക്ക് നന്നായി അറിയാതെ 2 പിള്ളേരും SSLസിലാണ്, +2 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങളുമായി ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ, സന്നദ്ധ പ്രവർത്തനങ്ങൾ ടീച്ചർ ചെയ്തിട്ടുള്ളത് എനിക്ക് നന്നായി അറിയാം. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഒരു ബ്ലോക്ക് കമ്മിറ്റി ഞങ്ങൾക്ക് 2 പങ്കെടുക്കേണ്ടത് ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഇത് അറിഞ്ഞ് ഒരുപാട് മാതൃക ആളുകൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക അഭിനന്ദനവും ടീച്ചർക്കും അതുപോലെ പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും PT അതുപോലെ സ്കൂൾ NSS യൂണിറ്റ് എല്ലാവർക്കും ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ട് ഇനിയും. സാന്ത്വനം ട്രഷറർ EG സുധാകരൻ, നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾ ജയാബിനി GSB, PTA പ്രസിഡന്റ് PSP നസീർ എന്നിവർ ചേർന്ന് ടേബിളിനുള്ള തുക മാനേജിംഗ് ഡയറക്ടർ NP ഷാജിക്ക് കൈമാറി. NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷിന്റെ നേതൃത്വത്തിൽ വിവിധ ചലഞ്ചിലൂടെയാണ് കുട്ടികൾ ഇതിനുള്ള പണം കണ്ടെത്തിയത്. ചടങ്ങിൽ അധ്യാപകരായ രഘുരാമൻ KR, ഷൈജ EB, വികസന കമ്മിറ്റി ചെയർമാൻ CS മണികണ്ഠൻ, പെയ്ഡ് സെക്രട്ടറി അബൂബക്കർ, PTA പ്രസിഡന്റ് രാജലക്ഷ്മി മോഹനൻ എന്നിവർ സംസാരിച്ചു.
കുട്ടികുമാരൻ ഈ നായ്ക്കളെ പിടിച്ചത് കണ്ടോ? തളിക്കുളം സംഗമം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദീപാവലി ആഘോഷം നടന്നു. മുറ്റിച്ചൂർ പാലത്തിന് സമീപം നടന്ന ആഘോഷ പരിപാടി കവിയും ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അന്യം നിന്ന് പോയേക്കാവുന്ന വട്ടക്കളികൾ, അതുപോലെ മറ്റുള്ള ഒരുപാട് കളികൾ ഇപ്പൊ നമ്മുടെ ഓണത്തിനൊക്കെ എത്രയോ കളികൾ ഇല്ലാതായി പോയെന്നുള്ളതാണ്. ഊഞ്ഞാൽപ്പാട്ടുണ്ടായിരുന്നു പണ്ട് ഓണത്തിന്. മാത്രമല്ല വില്ലുണ്ടാക്കും, അല്ലേ? കളിവില്ലുണ്ടാക്കും. വില്ല് കെട്ടി ഓണവില്ലെന്ന് പറഞ്ഞിട്ട് അത് കൊട്ടിപ്പാടുന്ന പാട്ടുകളുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുമക്കള് തുമ്പി തുള്ളിയിട്ട് അതിന് പാട്ടുണ്ടായിരുന്നു. എന്താ തുമ്പി തുള്ളാത്തെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പാട്ടുകളുണ്ടായിരുന്നു. ഇതൊക്കെ അന്യത്ത് നിന്ന് പോവേണ്ടൊന്നുമല്ല. ഇതൊന്നും ഒരു വിശ്വാസത്തിന്റെ ഭാഗമല്ല. ഓണം എന്ന് പറഞ്ഞാൽ തന്നെ അത് സർഗാത്മകം നിറഞ്ഞതാണ്. അതിലെല്ലാ വർണ്ണങ്ങളും ഉണ്ട്, അല്ലേ? അതിലെല്ലാ സംഗീതവും ഉണ്ട്, എല്ലാ ചുവടുകളും ഉണ്ട്. എല്ലാം നിറഞ്ഞ ഒരു ആഘോഷമായിട്ടാണ് ഓണത്തെ നമ്മൾ കാണുന്നത്. അതില്ലാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, വർഗീയത. ജലജ അപ്പുകുട്ടൻ അധ്യക്ഷയായി. സീരിയൽ താരം കല്യാൺ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ രജനി ബാബു, കുമാരൻ തൂമാട്ട്, ശുഭ സന്തോഷ്, കെ ടി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാരമുക്ക് ശ്രീഭദ്ര കലാവേദി, ആറാട്ടുപുഴ തീർത്ഥ കലാവേദി, ചേർക്കര പ്രിയദർശിനി കൂട്ടായ്മ, നാട്ടിക കലാവേദി എന്നീ ടീമുകളുടെ നേതൃത്വത്തിൽ വീരനാട്യം, കൈകൊട്ടിക്കളി അരങ്ങേറി. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ പുകയില വിരുദ്ധ സന്ദേശവുമായി റാലി നടത്തി. 5 മുതൽ 10 വരെ ക്ലാസുകളിലുള്ള കുട്ടികൾ റാലിയിൽ പങ്കെടുത്തു. NCC, SPC, ലഹരി ക്ലബ്ബ് എന്നീ ക്ലബ്ബുകൾ സംയുക്തമായി സംഘടിപ്പിച്ച റാലി ഹെഡ്മിസ്റ്റർ ശ്രീജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കൗൺസിലറും PTA എക്സിക്യൂട്ടീവ് അംഗവുമായ ഷംനം ടീച്ചർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. അധ്യാപകരായ ബേബി CS, സുദർശിനി AV, സുമി TK, സിന്ധു KP, CRC കോർഡിനേറ്റർ ബനേഷ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. കിഴിപ്പള്ളിക്കര ക്ഷീര വ്യവസായ സംഘത്തിൽ ഈ സാമ്പത്തിക വർഷത്തിൽ താന്യം പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന കറവ പശുക്കൾക്ക് കാലിത്തീറ്റ സബ്സിഡി പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി.
താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. താന്യം വെറ്റിനറി സർജൻ ഡോക്ടർ സന്ധ്യ അച്യുതൻ പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ രതി അനിൽകുമാർ, കീഴ്പള്ളിക്കര ക്ഷീര വ്യവസായ സംഘം സെക്രട്ടറി ജോബി എന്നിവർ സംസാരിച്ചു. പദ്ധതി പ്രകാരം 80 ക്ഷീരകർഷകർക്ക് 4 മാസം 10% സബ്സിഡി നിരക്കിൽ ഗുണനിലവാരമുള്ള കാലിത്തീറ്റ വിതരണം ചെയ്യുന്നതാണ്. 4 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ തീറ്റകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കീഴ്പുള്ളിക്കര അപ്പം ചെമ്മാപ്പുള്ളിയിലുള്ള ആ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ 4 സ്ഥലങ്ങളിലായിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ 60,000 രൂപ വരെ പശു വാങ്ങിക്കുകയാണെങ്കിൽ 30,000 രൂപ സബ്സിഡി ആ നിരക്കിലാണ് നമ്മൾ പശു വളർത്തലിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഗർഭിണി കിടാരി വളർത്തലിന് 7,20,000 രൂപ നമ്മൾ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിത്തീറ്റ പശു വളർത്തൽ കാലിത്തീറ്റ 8,95,000 രൂപ, അങ്ങനെ അല്ല 9,85,000 രൂപ. അങ്ങനെ പല പദ്ധതികളും. പേവിഷബാധയ്ക്ക് ഉള്ള മരുന്ന് കുത്തിവയ്പ്പിന് നമ്മൾ 75,000 രൂപ, മരുന്ന് മൃഗാശുപത്രിക്ക് മരുന്ന് വാങ്ങാനായിട്ട് 4 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, അങ്ങനെ നിരവധി പദ്ധതികൾ നമ്മൾ മൃഗസംരക്ഷണ മേഖലയിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേയേറെ ക്ഷീരസംഘങ്ങളിൽ പാലളക്കുന്ന കർഷകർക്ക് 3 രൂപ ഇൻസെൻറ്റീവ് വെച്ചിട്ട് ആ പദ്ധതിയുണ്ട്. അങ്ങനെ നിരവധി പദ്ധതികൾ നമ്മൾ ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആയിട്ട് വെച്ചിട്ടുണ്ട്. പഴവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ചെർപ്പ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജീവ് ഉദ്ഘാടനം ചെയ്തു. മുൻ MLA പ്രൊഫസർ KU അരുണൻ അധ്യക്ഷനായി. സിന്തറ്റിക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ നാടകമായ കാഞ്ഞിരപ്പള്ളി അമല തിയേറ്റേഴ്സിന്റെ ഒറ്റ എന്ന നാടകത്തിലെ പ്രധാന നടൻ ബിജു ജയാനന്ദിനെ ചടങ്ങിൽ അനുമോദിച്ചു. സജിത് പാണ്ടാരിക്കൽ, EP സൈമൺ, EVS പ്രേംദാസ്, ഉണ്ണികൃഷ്ണൻ കൊല്ലാടിക്കൽ, NM ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കാഞ്ഞിരപ്പള്ളി അമല ഒറ്റ നാടകം അവതരിപ്പിച്ചു. വടനപ്പള്ളി ബീച്ചിൽ താമസിക്കുന്ന മത്സ്യവിതരണ തൊഴിലാളിയായ കുഞ്ഞുമോന്റെ 4 പെൺമക്കളിൽ മൂത്ത മകൾ 27 വയസ്സുള്ള മഞ്ജു 2 കിഡ്നികളും തകരാറിലായി ചികിത്സയ്ക്കായി സഹായം തേടുകയാണ്. കോഴിക്കോട് ഇഖറ ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള മഞ്ജുവിന് പിതാവ് കുഞ്ഞുമോന്റെ കിഡ്നിയാണ് മാറ്റിവെച്ചത്. 2 പേരുടെ ഓപ്പറേഷനും കിഡ്നി മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും ഭീമമായ തുകയാണ് കണ്ടെത്തേണ്ടത്. നിത്യചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട കുഞ്ഞുമോന്റെ നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ തുക. ഇതിലേക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രശസ്തരായ ഗായകരെ പങ്കെടുപ്പിച്ച് ഗാനമേള നടത്തി. വടനപ്പള്ളി സെന്ററിൽ നടത്തിയ ഗാനമേള തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ഥലമാണ് വടനപ്പള്ളി. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശേഷി ഉള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ മഞ്ജുവിന്റെ ചികിത്സ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികം സ്വരൂപിക്കുന്ന ഈ ഗാനമേളയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നിങ്ങളാൽ കഴിയുന്ന, ഇത്ര എന്നുള്ളതല്ല, നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇവിടെ നമ്മുടെ സഹോദരന്മാർ നിങ്ങളുടെ മുമ്പിലെത്തും. ആ മുമ്പിലെത്തുന്നത് ആരും മടക്കാതെ, കാണാതെ പോകരുത്. നിങ്ങളുടെ പോക്കറ്റിലുള്ള ഒരു ചെറിയ സംഖ്യ പോലും അത് നിക്ഷേപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സന്നദ്ധ പ്രവർത്തകനായ റിസ്ക് ഹംസ അധ്യക്ഷത വഹിച്ചു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CM നിസാർ, സുലൈഖ ജമാൽ, സരിത ഗണേഷ്, ഷൈജ ഉദയകുമാർ, മലയാള സിനിമാ സംവിധായകൻ ഷാനു സമദ്, അഷറഫ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഫ്രണ്ട്സ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ റോഡിന്റെ പണിക്ക് നേതൃത്വം നൽകിയ കോൺട്രാക്ടർ നാരായണനെ മൊമന്റോ നൽകി ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TB മായ, വാർഡ് മെമ്പർ രതി അനിൽകുമാർ, സതി ജയചന്ദ്രൻ, മീന സുനിൽ എന്നിവർ സംസാരിച്ചു. കഴിയാവുന്നത്ര വികസന പ്രവർത്തനങ്ങൾ, വികസന സാധ്യതകൾ എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ വിഖ്യാപിത ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ
തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 7,61,000 സംതിങ് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അതിമനോഹരമായ, നേരത്തെ അവിടെ സൂചിപ്പിച്ച പോലെ വെള്ളക്കെട്ട് മൂലം ചെളി കുഴി ആയി നിറഞ്ഞിരുന്ന വളരെ അടിയന്തര പ്രാധാന്യം അറിയിക്കുന്ന ഒരു റോഡാണ് ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. ഇതുപോലെ നിരവധി റോഡ് ആണ് ഞാൻ പറഞ്ഞത്. സംസ്ഥാനത്തെമ്പാടും ഇതുപോലെ ഇത്തരം ദുരിതത്തിലും പ്രയാസത്തിലും അകപ്പെട്ടിരുന്ന ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് ഗവൺമെൻറ് ചെറുതും വലുതുമായ കോടാനുകോടി രൂപയുടെ അമ്പരപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ വനിതാ വാരം 2025 സംഘടിപ്പിച്ചു. ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മുന്നേറ്റം നന്നായി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം നോക്കി 5 കൊല്ലം മുമ്പുള്ള നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ? അല്ലല്ല, നല്ല വ്യത്യാസമുണ്ട്. കാര്യങ്ങൾക്ക് പറയാൻ, പ്രകടിപ്പിക്കാൻ, ഒരു കാര്യങ്ങൾ നടപ്പിലാക്കാനൊക്കെ ശേഷിയുള്ള പഞ്ചായത്തായിരുന്നു. അപ്പോൾ ഈ ശേഷി ഇന്നലെ വരെ എവിടെയായിരുന്നു? ഇന്നലെ വരെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ശേഷിക്ക് എന്ത് പറ്റിയിരുന്നു അറിയോ? പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വിഷയം. പ്രകടിപ്പിക്കാൻ അവസരമില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെയാവും? ഇതിൻ്റെ അകത്ത്, നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ചില മൂലകളിൽ ചില സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കും. ഏറ്റവും വലിയ ശേഷി പ്രകടിപ്പിക്കാൻ സ്ത്രീകൾക്ക് പണ്ടുണ്ടായിരുന്ന അവസരം അടുക്കള മാത്രമായിരുന്നു അല്ലേ? സാധനങ്ങൾ പാചകം ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്നത് അപ്പുറത്തേക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ പറയുമായിരുന്നു, എന്നാണ് പറയുന്നത്, ഞാൻ അപ്പൂപ്പന് അടുത്താണ് വിവാഹം കഴിക്കുമ്പോൾ എവിടെ വെച്ചാണ് കണ്ടത്? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ മുഖ്യാതിഥിയായി. ICDS സൂപ്പർവൈസർ KR വൈദേഹി പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്ഹാഖ് പുഴങ്കരയില്ലത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷാജഹാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, ശിശുവികസന പദ്ധതി ഓഫീസർ KK ലളിത, CDS ചെയർപേഴ്സൺ റസ്മിയ മോഹൻലാൽ, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വനിതകളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ കിഴക്കേടത്ത് താരാബാബുവിന് കെയർ ആൻഡ് ഷെയർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി. രാവിലെ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ MLA താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. വാർഡ് മെമ്പർ സായിദ മുത്തുക്കോയ തങ്ങൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി, പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ സുനിൽ, സ്നേഹ ദത്ത്, സംഘാടക സമിതി അംഗങ്ങളായ AR രവീന്ദ്രൻ, KG സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. വീടുകളൊക്കെ അല്ലേ, വളരെ കണ്ടാൽ നമുക്ക് വലിയ വിഷമം തോന്നുന്ന വീടുകളൊക്കെ ഇപ്പോൾ അവസാനിച്ചു. താരൻ്റെ വീട് കാണുമ്പോൾ എനിക്ക് ആദ്യത്തെ ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, അത് വലിച്ചെട്ടിയുള്ള വീട് കാണുമ്പോൾ നമുക്കിപ്പോൾ ആലോചിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ വേറെ എന്തോ അല്ലേ, ഭയങ്കരമായിട്ട് വ്യത്യാസമായി നമുക്ക് അങ്ങനെയായി. എന്നാൽ ഈ മണ്ഡലത്തിനെ സംബന്ധിച്ച് ഇത്രയും ആളുകളുണ്ടെങ്കിലും മണ്ഡലത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നത് വേറെ 8 വീടുകളായിരുന്നു. 8 വീടുകൾ ആരെയെന്ന് അറിയും? നമ്മുടെ തെരുവിൽ താമസിക്കുന്ന 8 വീടുകളുടെ പ്രശ്നമായിരുന്നു. അത് എടത്തിരുത്തിയിലും മതിലകത്തുണ്ടായിരുന്നു. മതിലകത്ത് നമ്മുടെ ഷാപ്പിൻ്റെ അപ്പുറത്ത് ഒരു വെറുതെ ഇങ്ങനൊരു ഇത് വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കഴിയുന്ന ആളുകളുണ്ടായിരുന്നു. അന്തിക്കാട് അയ്യപ്പ സേവാ സമിതി സംഘടിപ്പിക്കുന്ന അഖില കേരള ശാസ്താംപാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നൽകുന്ന മകരജ്യോതി സുവർണമുദ്ര പുരസ്കാരം ഇത്തവണ ശാസ്താംപാട്ട് കലാകാരൻ രാജേഷ് ചേറൂരിന് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1 പവന്റെ ലോകച്ചടങ്ങുന്ന അവാർഡ് ഒക്ടോബർ 26 വൈകിട്ട് 3:30 അന്തിക്കാട് ശ്രീകാർത്തിക NSS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാദരണ സമ്മേളനത്തിൽ വെച്ച് സംവിധായകൻ സത്യൻ അന്തിക്കാട് വിതരണം ചെയ്യും. ഇതോടൊപ്പം ശ്രീ ധർമ്മശാസ്ത്ര പുരസ്കാരം ബിനീഷ് ഭാസ്കരനും ഗുരുശ്രേഷ്ഠ പുരസ്കാരം കൃഷ്ണൻകുട്ടി നെട്ടിശ്ശേരിക്കും നൽകും. ഒരാൾക്ക് ചികിത്സാ സഹായവും വിതരണം ചെയ്യും. രാവിലെ 9:30 സംസ്ഥാനത്തെ 7 പ്രമുഖ ടീമുകളാണ് ശാസ്താംപാട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത്. 2012 മുതലാണ് അയ്യപ്പ സേവാ സമിതി ശാസ്താംപാട്ട് മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. ശാസ്താംപാട്ട് കലയെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കാനാണ് ഓരോ വർഷവും അവാർഡ് വിതരണവും മഹോത്സവവും നടത്തിവരുന്നത്.
എന്നാൽ ശാസ്താംപാട്ട് കലയെ സർക്കാർ അവഗണിക്കുകയാണെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ക്ഷേത്രകലയായി അംഗീകരിക്കുന്നില്ല. സംസ്ഥാനത്ത് 650ഓളം ടീമുകളും 2500ഓളം ശാസ്താംപാട്ട് കലാകാരന്മാരുമുണ്ട്. എന്നാൽ കലോത്സവങ്ങളിൽ നിന്ന് പോലും ശാസ്താംപാട്ടിനെ മാറ്റി നിർത്തുകയാണ്. പലതവണ ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയെങ്കിലും അവഗണന തന്നെയെന്ന് അയ്യപ്പ സേവാ സമിതി ചെയർമാൻ ഇ രമേശൻ, ചീഫ് കോർഡിനേറ്റർ AS രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. വലപ്പാട് ശ്രീനാരായണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ശ്രീനാരായണ ലൈബ്രറിയും ചേർന്ന് വീട്ടുമുറ്റം പരിപാടി ശ്യാം ഗോപൻ പത്തായക്കാട്ടിൽ എന്നിവരുടെ വസതിയിൽ നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ലൈബ്രറി പ്രസിഡന്റ് സുരേഷ് പട്ടാലി അധ്യക്ഷനായി. സാഹിത്യകാരനും ചാവക്കാട് താലൂക്ക് ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗവുമായ അരവിന്ദൻ പണിക്കശ്ശേരി നവോത്ഥാനത്തിലൂടെ നവകേരളം എന്ന വിഷയം അവതരിപ്പിച്ചു. പഞ്ചായത്ത് അംഗം MA ഷിഹാബ്, ജ്യോതിബാസ് വേളയിൽ, ലൈബ്രറി സെക്രട്ടറി ലാൽ കച്ചില്ലം, ക്ലബ് പ്രസിഡന്റ് സജിത്ത് വേളയിൽ, വൈസ് പ്രസിഡന്റ് കിഷോർ MP, സുധി പൊക്കാഞ്ചേരി, ബാപ്പു വലപ്പാട്, ജോസ് താടിക്കാരൻ, ഷിജു മാസ്റ്റർ, ക്ലബ്ബ് സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, ജോയിന്റ് സെക്രട്ടറി സൂരജ് വേളയിൽ, ട്രഷറർ സുരേഷ് ചരുവിൽ, ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി ദേവൻ ഉള്ളാട്ടിൽ, ഗോപി തൃപ്പയാർ, വനിതാവേദി ചെയർപേഴ്സൺ ഷീജ മുരളി, ലൈബ്രറി വൈസ് പ്രസിഡന്റ് ഷൈനി സജിത്ത്, വനിതാവേദി കൺവീനർ സരിത രാജു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. തുടർന്ന് ലൈബ്രറി മുൻ പ്രസിഡന്റ് KG ശേഖരൻ, ക്ലബിന്റെ പൂർവ്വകാല പ്രവർത്തകൻ സുന്ദരൻ തട്ടാരത്ത് എന്നിവരെ ആദരിച്ചു. ലൈബ്രറിയിലേക്ക് സംഭാവനയായി ലഭിച്ച പുസ്തകങ്ങൾ ലൈബ്രറിയൻ സിനി തിലകൻ ഏറ്റുവാങ്ങി. പുതിയ മെമ്പർഷിപ്പ് വിതരണവും നടത്തി. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിലാദ്യമായി 1ാം സ്ഥാനം നേടുന്ന എല്ലാ കുട്ടികൾക്കും വ്യക്തിഗത പുരസ്കാരം നൽകുമെന്ന് ട്രോഫി കമ്മിറ്റി പ്രഖ്യാപിച്ചു. വലപ്പാട് ഉപജില്ലയിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന പ്രധാനാധ്യാപകരുടെ കൂട്ടായ്മയാണ് ഈ പുരസ്കാരങ്ങൾ സംഭാവന ചെയ്യുന്നത്. തിരുമംഗലം UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രതീകാത്മകമായി ട്രോഫിയുടെ മാതൃക ട്രോഫി കമ്മിറ്റിക്ക് കൈമാറി. സംഘമായി മത്സരിക്കുന്ന ഇനങ്ങളിലും പങ്കാളികളാകുന്ന എല്ലാ കുട്ടികൾക്കും പുരസ്കാരം നൽകാനുള്ള ഈ തീരുമാനം ഉപജില്ലാ കലോത്സവത്തിന് പുതുമയും ഉണർവും പകരുമെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV അമ്പിളി അറിയിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ട്രോഫി കമ്മിറ്റി ചെയർമാനുമായ സുരേഷ് KB അധ്യക്ഷത വഹിച്ചു. തിരുമംഗലം സ്കൂളിലെ മുൻ PTA പ്രസിഡന്റും നിലവിലെ കലോത്സവ ജനറൽ കമ്മിറ്റി വൈസ് ചെയർമാനുമായ രാധാകൃഷ്ണൻ പുളിഞ്ചോട് മുഖ്യപ്രഭാഷണം നടത്തി. പുരസ്കാരങ്ങൾ സംഭാവന ചെയ്ത പ്രധാനാധ്യാപകരായ റീന തോമസ്, NV ജ്യോതി, PV സിന്ധു, KG റാണി, TG സുജാത, ബിന്ദു PB, PN നിത്യകല, KR ഡോളി, ട്രോഫി കമ്മിറ്റി കൺവീനർ KS ജയസുമ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ സമുച്ചയത്തിന് വെള്ളിയാഴ്ച തറക്കല്ലിടും. നാട്ടിക SN ട്രസ്റ്റ് NSS യൂണിറ്റ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഡൈനിങ് ടേബിളുകൾ നൽകി. പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.